നല്ല സ്പൈസി ചിക്കൻ കറി വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. ഇന്ന് ഞാനല്ല കേട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. മൺചട്ടിയിലാണ് കറി തയ്യാറാക്കുന്നത്. ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മീഡിയം സൈസിലുള്ള സവാളാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂടാനായിട്ട് ഏത് ഓയിൽ ചേർക്കുന്നതിനെക്കാട്ടി നല്ലത് വെളിച്ചെണ്ണ ചേർക്കുന്നതാണ്. ഇപ്പോൾ സവാള ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 6 അല്ലി വെളുത്തുള്ളിയും അതേപോലെ ഒരു വലിയ പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തക്കാളി ആണെങ്കിൽ 3 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കണ്ടേ. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അത്യാവശ്യം വലിയ സൈസ് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ നല്ലതുപോലെ മിക്സ് ആക്കി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. പിന്നെ നമുക്കിതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ എരിവ് കുറവാണെങ്കിൽ കുരുമുളകോ അല്ലെങ്കിൽ പച്ചമുളകോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനും പൊട്ടാറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റോളം തുറന്ന് വെച്ച് തിളപ്പിച്ചെടുക്കാം. ചിക്കൻ കറിക്ക് നല്ല കട്ടി വേണമെന്നുണ്ടെങ്കിൽ 1-2 പൊട്ടാറ്റോൻ്റെ സ്ലൈസ് ഒന്ന് പൊടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.